ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ പാസ്തയാണ്. നമ്മൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ടൈപ്പ് പാസ്ത വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ചധികം ചേർക്കണം. കുറച്ചൊരു പാസ്തയ്ക്കും കൂടി പിടിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാസ്ത ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാസ്തയുടെ വേവ് എന്ന് പറയുന്നത് ഏകദേശം 80-90% ആണ്. ഇനി പാസ്ത വേവുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈവച്ച് മിക്സാക്കി എടുക്കുമ്പോഴാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പാസ്ത ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് അതിലേക്ക് മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായി വന്നോളും. അപ്പോൾ ഇത് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ പാസ്ത വേവിച്ച ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് കട്ടാക്കിയതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ബട്ടറിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈം വരെ ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിമൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പച്ച ചൊവ്വയൊന്നും മാറാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ മൈദയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു 3 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മൈദ വെളുത്തുള്ളിയൊക്കെ പാലിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്നോട്ടെ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിസക്കൊക്കെ എടുക്കുന്ന ചീസില്ലേ, അത് ഇട്ട് കൊടുക്കുക. ചീസിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3/4 കപ്പ് എടുക്കാം, അല്ലെങ്കിൽ 1 കപ്പിൽ മുകളിലായിട്ടും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. നമ്മൾ നേരത്തെ പാസ്തയിലും ചിക്കനിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മളെ സോസൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എനിക്കിപ്പം കുറച്ചുകൂടെ ഉപ്പ് കുറവായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഞാനിപ്പോൾ ഇവിടെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ വിലയേറെ കമൻസ് കൂടെ അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.